സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എല്ലാവരും ഉണ്ട്. പക്ഷേ എവിടെയോ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. എവിടെയോ എന്തോ നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. എല്ലാത്തിനോട് പോകുമ്പോഴും കൂട്ടിനാരോ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമാണ്. എന്തിനാണ് മക്കളെ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? യേശു അപ്പനുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം സാധ്യമാവത്തില്ലേ? അവൻ നിൻ്റെ കൈയോടെ ചേർത്ത് പിടിച്ച് മകനെ ഒന്ന് തിരിഞ്ഞു നോക്കടാ, ഒന്ന് ഞാനുണ്ടെന്ന് മനസ്സിലാക്കടാ, ഇതൊക്കെ യേശു പറയുമ്പോഴും ആ ഒരു ബിസി ഷെഡ്യൂള് നിങ്ങൾ കളയുന്നില്ല. നിങ്ങൾ ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ ഒന്ന് ബൈബിൾ വായിക്കാനോ, ഒന്നിരുന്ന് കുടുംബമായിട്ട് പ്രാർത്ഥിക്കാനോ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനോ നിങ്ങൾ നോക്കുന്നില്ല. അവിടെയൊക്കെ യേശുവിന് ഒരുപാട് വിഷമമുണ്ട്. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു ലൈഫിനൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒന്ന് ബൈബിൾ തുറക്കും, അപ്പോൾ കിട്ടുന്ന വാക്ക് അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന വാക്യം ഒന്ന് വായിക്കും. ഇതാണ് യേശു എനിക്ക് വേണ്ടി വച്ചിരുന്ന വചനം എന്ന് വിചാരിച്ച് നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അതിലുപരി യേശു ഒരുപാട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ മാത്രമേ ഒരു ചാൻസ് കൊടുക്കുന്നുള്ളൂ. നീ ആ ഒരു സന്ദേശം വഴി എന്നോട് സംസാരിച്ചാൽ മതി എന്നുള്ളൊരു ലിമിറ്റ് വയ്ക്കുന്നു. എന്തിനാണ് മക്കളെ നിങ്ങൾ അങ്ങനെ ഒരു ലിമിറ്റ് വെച്ച് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? യേശുവിന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും യേശുവിന് അറിയാം. പക്ഷേ നിങ്ങളൊരു അരമണിക്കൂർ, ഒരു മണിക്കൂർ അവന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ നിന്നോട് സംസാരിക്കും. അത് കേൾക്കുവാനുള്ള മനസ്സ് നമുക്ക് വരും. നമ്മൾ നാളെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ആ ഒരു വേളയിൽ യേശുവേ, നിനക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ ജീവിത മേഖലകളെല്ലാം നിനക്ക് അറിയാവുന്നുള്ളതല്ലേ? കർത്താവേ, നിനക്ക് എന്നോട് എന്താ പറയണേ? അപ്പാ, എൻ്റെ അപ്പ എന്ന് വിളിച്ച് യേശുവിനെ നെഞ്ചോട് ആട്ടിൻപറ്റം എങ്ങനെ കിടക്കുന്നു അതുപോലെ പറ്റിപ്പിടിച്ച് അവനോട് ചോദിക്കണം. അവൻ്റെ സ്നേഹം അതിവുറ്റതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.